ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നിംഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇത് നമുക്കൊരു ലഞ്ച് മെനു ഉണ്ടാക്കിയാലോ. അപ്പോൾ ഈ ഒരു ലഞ്ച് മെനുവിൽ ബ്രോക്കലി തോരൻ ഉണ്ടാക്കുന്നുണ്ട്, അതുപോലെ വെള്ളരിക്ക, ക്യാപ്സിക്കം, നേന്ത്രപ്പഴം, ഇത് മൂന്നും കൂടി ഉപയോഗിച്ചിട്ടുള്ളൊരു പുളിശ്ശേരി അല്ലെങ്കിൽ മോരുകറി ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ബീട്രൂട്ട് പച്ചടി ഉണ്ട്, അതുപോലെ അയൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു കട്ട്ലേറ്റും ഉണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ നമുക്ക് ലഞ്ച് മെനു ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അപ്പോൾ ഇതിൽ ഞാൻ അയില കട്ട്ലേറ്റ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 4 അയില എടുത്തിട്ടുണ്ട്, ഒരു 1/2 കിലോ. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം, വേവാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് ഒരു 1/2 കപ്പോളം മതി കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനിയിപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്യുക, വേവിച്ചെടുക്കാം കേട്ടോ. ഇതിവിടെ വെന്ത് വരട്ടെ. പിന്നെ ഞാൻ ഈ ഒരു കട്ട്ലേറ്റിന് വേണ്ടിയിട്ട് 2 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ കുക്കറിലിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഒരു 2 വിസിൽ വരേണ്ട വരെ ഞാനിത് വേവിച്ചെടുക്കണം കേട്ടോ. പിന്നെ ഇപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് ബ്രോക്കലി തോരനാണ് കേട്ടോ. ഞാനിവിടെ ഒരു ബ്രോക്കലി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം ഇതുപോലെ വലിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ബ്രോക്കലിയിൽ എന്തെങ്കിലും പുഴു കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണല്ലോ. അത് ജസ്റ്റ് ഒന്ന് നമുക്ക് ചൂടുവെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം പിന്നെ കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്ത് ബ്രോക്കലി ഉണ്ടല്ലോ, ഇതിലേക്ക് നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ല തിളച്ച വെള്ളം തന്നെ ഞാൻ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. ഇത് നമുക്കൊരു 5 മിനിറ്റ് ഇതുപോലെ വയ്ക്കാം. അതിനുശേഷം ഡ്രെയിൻ ചെയ്തെടുക്കാം, എന്നിട്ടൊന്ന് കഴുകിയെടുക്കാം. ഇനി ഇത് നമുക്ക് പച്ചവെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഡ്രെയിൻ ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഞാനിപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഈ ബ്രോക്കലി ഒരു വെജിറ്റബിൾ ചോപ്പറിൽ ഇട്ടിട്ടൊന്ന് മുറിച്ചെടുക്കണം. ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എങ്ങനെയാണെങ്കിലും കട്ട് ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതോടെ ഇരിക്കട്ടെ. ഇതിന് വേണ്ട ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് ഞാനൊന്ന് റെഡിയാക്കി എടുക്കട്ടെ. പിന്നെ ഞാൻ ഉണ്ടാക്കുന്നത് ഒരു പുളിശ്ശേരിയാണ് കേട്ടോ. അപ്പോൾ പുളിശ്ശേരിയിൽ ഞാൻ വെള്ളരിക്ക ചേർക്കുന്നുണ്ട്, അതുപോലെ ഒരു നേന്ത്രപ്പഴം ചേർക്കുന്നുണ്ട്, പിന്നെ ക്യാപ്സിക്കം ചേർക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഒരു വലിയ ക്യാപ്സിക്കം എടുത്തിരിക്കുന്നത്. ഇതാ ഈ ഒരു സൈസിൽ ആണ് ഞാൻ മുറിച്ചെടുക്കുന്നത്. പിന്നെ നേന്ത്രപ്പഴം കട്ട് ചെയ്തത് നന്നായിട്ട് പഴുത്ത പഴം തന്നെയാണ്. കണ്ടില്ലേ ഇതുപോലെ. ഇനിയിപ്പോൾ നമുക്ക് ഇതിന് വേണ്ട വെള്ളരിക്ക കട്ട് ചെയ്തെടുക്കാം. വെള്ളരിക്കൊക്കെ പിന്നെ ഏത് കറിക്ക് വേണ്ടിയിട്ട് എടുക്കുന്നതിന് മുമ്പ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ചില വെള്ളരിക്കയ്ക്ക് കയ്പുണ്ടാവുമല്ലോ. ഇനിയിപ്പോൾ നമുക്കിത് നല്ല ചെറിയ കഷ്ണങ്ങളായിട്ട്, ഒരുപാട് ചെറുതാക്കണ്ട, പുളിശ്ശേരിക്കല്ല, അതുപോലെ ഒരു മീഡിയം സൈസിൽ മുറിച്ചെടുക്കാം. വെള്ളരിക്ക പുളിശ്ശേരിക്ക് വേണ്ടിയിട്ട് മുറിച്ചെടുത്ത വെള്ളരിക്ക ഞാൻ ഇതുപോലൊരു മൺചട്ടിയിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ നേന്ത്രപ്പഴം മുറിച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ക്യാപ്സിക്കം ഇപ്പം ചേർക്കുന്നില്ല കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഞാൻ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. നന്നായിട്ട് കഷ്ണങ്ങൾ വെന്ത് വരും. പിന്നെ നമുക്കൊരു ബീട്രൂട്ട് പച്ചടി കൂടി ഉണ്ടാക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഒരു ബീട്രൂട്ട് ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ്. തൊലി കളഞ്ഞിട്ട് നല്ല ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. ഇതിനിപ്പോൾ ഞാൻ ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചെടുക്കണം. പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു ലഞ്ച് മെനു ഉണ്ട് കേട്ടോ. അധികം സമയമൊന്നും വേണ്ട. കണ്ടില്ലേ, നമ്മുടെ ബീട്രൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് മാറ്റി വയ്ക്കാം. ബീട്രൂട്ട് പച്ചടിക്ക് വേണ്ട ബീട്രൂട്ട് ഒന്ന് നമുക്ക് വേവിക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം.
ഇനി ഇതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ട് വേവിച്ചെടുക്കാം. വെന്ത് വരട്ടെ. ഉരുളക്കിഴങ്ങ് കണ്ടോ നന്നായിട്ട് വെന്ത് വന്നിട്ട് നമുക്ക് ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്ത് ഒന്ന് ഉടച്ച് വയ്ക്കാം. ഈ ഒരു ബ്രോക്കലിയിലേക്ക് നമുക്ക് ഒരു 2-3 ചെറിയുള്ളി മുറിച്ചിട്ട് കൊടുക്കാം. പിന്നെ ഒരു 2 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ നാളികേരം ചിരികിയത് ആവശ്യത്തിന്, അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല. ഞാനൊരു 2 പിടിയോളം ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നല്ല ചെറുതായിട്ട് മുറിച്ചതും കൂടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഒരു 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതിപ്പോൾ പക്ക നാടൻ രീതിയിലുള്ളൊരു ബ്രോക്കലി തോരനാണ്. ഞാൻ ബ്രോക്കലി വെച്ചിട്ട് സാലഡ്സ് ഒക്കെ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചിലർക്ക് ഈ ബ്രോക്കലിയുടെ ഒരു മണം കാര്യങ്ങൾ ഇഷ്ടമാവില്ല. അപ്പോൾ ഇതുപോലെ വെളിച്ചെണ്ണയൊക്കെ ചേർത്തിട്ട് തയ്യാറാക്കുമ്പോൾ അങ്ങനെ സ്മെല്ല് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. മീനിപ്പോൾ കണ്ടോ നന്നായിട്ട് വെന്ത് ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ മുള്ളൊക്കെ മാറ്റിയിട്ട് ഇതിൻ്റെ ഫ്ലഷ് മാത്രം എടുക്കാം. കണ്ടില്ലേ ഈ ഒരു രീതിയിൽ. ഞാനിവിടെ ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് ഉഴുന്നിട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി നമുക്ക് ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. അതുപോലെ കറിവേപ്പില. ഇത് മതി. ഇനി ഇതിലേക്ക് നമുക്ക് ബ്രോക്കലി ഉണ്ടല്ലോ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചത് അതിട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിന് കൂടെ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാം. ഒരുപാടൊന്നും കുക്ക് ചെയ്യണ്ട കേട്ടോ. ഇതിന് ഒരുപാട് വേവ് കാര്യങ്ങളൊന്നുമില്ല. ഒരുപാട് വേവിച്ചിട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ഗുണങ്ങളൊക്കെ നഷ്ടപ്പെടും. അപ്പോൾ തുറന്ന് വെച്ചിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കാം. ഒന്ന് ക്രഞ്ചി ആയിട്ടിരിക്കണം. ഒരുപാട് സോഫ്റ്റ് ആയിട്ട് പോരുത്. ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ബീറ്റ്റൂട്ട് പച്ചടിക്ക് വേണ്ട നാളികേരൊക്കെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ കുറച്ച് നാളികേരം ഞാൻ എടുക്കുന്നുള്ളൂ കേട്ടോ. ഒരു 1/2 കപ്പോളം നാളികേരം എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ കടുക്. ജീരകം വേണമെങ്കിൽ ജീരകം ചേർക്കാം കേട്ടോ. അതുപോലെ ഒരു 2 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ബീറ്റ്റൂട്ട് കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരച്ച ഈ ഒരു മിക്സ് ഉണ്ടല്ലോ ഇത് ഒഴിച്ച് കൊടുക്കാം. ഇതിപ്പോൾ കണ്ടോ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് തണുത്തതിന് ശേഷം നമുക്കിതിലേക്ക് തൈര് ഒഴിച്ച് കൊടുക്കാം. കണ്ടില്ലേ നല്ല കട്ട തൈരാണ് ഞാൻ അതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. അത് മുഴുവൻ വേണ്ട, നമുക്ക് കുറച്ച് ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് മതി. ഉപ്പ് കുറച്ച് കുറവണം. ഉപ്പ് ഒരു ഇത്തിരി ഇട്ട് കൊടുക്കാം. ഇനി അവസാനം നമുക്കിതിലേക്ക് വറുത്തിട്ടാൽ മതി. അതേ കണ്ടോ നമ്മുടെ ബ്രോക്കലി തോരൻ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് മതി. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് പുളിശ്ശേരിയിലേക്ക് ആവശ്യത്തിനുള്ള നാളികേരം അരച്ചെടുക്കാം. ഒരു നാളികേരത്തിൻ്റെ പകുതിയോളം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്ക് കുറച്ച് മുഴുവനോട് കൂടി കുരുമുളക് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂണോളം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് ജീരകം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഇത് കണ്ടോ നമ്മുടെ വെള്ളരിക്കും അതുപോലെ പഴമൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച നാളികേരം ഉണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ കണ്ടോ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തൈര് ഒഴിച്ച് കൊടുക്കാം. കട്ടകളൊക്കെ മാറ്റിയെടുത്ത തൈരാണ് കേട്ടോ. ആയിട്ടുള്ള തൈര് തന്നെയാണ്. ലോ ഫ്ലെയിമിലേക്ക് വയ്ക്കാം. എന്നിട്ട് തൈര് ഒഴിച്ച് കൊടുക്കാം. എപ്പോഴും മോര് കറിയിലൊക്കെ എന്താ പറയുക തൈരാണല്ലോ കൂടുതൽ വേണ്ടത്. ഒരിക്കലും നാളികേരം കൂടുതൽ ചേർക്കുന്നതിനേക്കാളും തൈര് അല്ലെങ്കിൽ മോരൊക്കെ കൂടുതൽ ചേർക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ് ആയിട്ട് വരും. അപ്പോൾ ഞാൻ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തു കേട്ടോ. കാരണം ഇത് മൺചട്ടിയെ കാരണം ചൂട് നന്നായിട്ട് നിൽക്കുമല്ലോ. ക്യാപ്സിക്കം നമുക്ക് അവസാനം വഴറ്റിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഉപ്പ് കുറച്ച് കുറവാണ്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കും.
ഇത് മതി. ഇനി നമുക്ക് ഇതിലേക്ക് കടുകൊക്കെ പൊട്ടിച്ച് കൊടുക്കാം. അപ്പോൾ ആദ്യം നമ്മുടെ ബീറ്റ്റൂട്ട് പച്ചടി ഉണ്ടല്ലോ, അതിലേക്ക് കടുക് വറുത്തിട്ട് ഇപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി ഒന്ന് തുടങ്ങുന്നുണ്ട്. നമുക്കിതിലേക്ക് ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. അതുപോലെ കറിവേപ്പില. ഇനി ഇതിലേക്ക് നമുക്ക് ഈ വറുത്തത് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൽ തന്നെ നമുക്ക് പുളിശ്ശേരിക്ക് വേണ്ടിയിട്ടുള്ളത്, അതിലേക്ക് വേണ്ടിയിട്ടുള്ളതും വറുത്തെടുക്കാം. 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഉലുവയാണ് വേണ്ടത്. ഉലുവ ഒരു 1/4 ടീസ്പൂണിൽ താഴെ മതി കേട്ടോ, അല്ലെങ്കിൽ കയ്പ്പരസം വരും. പിന്നെ നമുക്ക് ഇതിലേക്ക് ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. 4 ഉണക്കമുളക് എടുത്തുണ്ട്. പിന്നെ കറിവേപ്പില. കണ്ടില്ലേ, ഇപ്പോൾ ഉണക്കമുളകൊക്കെ ഒന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കാണ് നമ്മൾ മുറിച്ച് വെച്ച് ക്യാപ്സിക്കം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ക്യാപ്സിക്കത്തിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇപ്പം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് വഴന്ന് വരേണ്ട ആവശ്യമൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് വഴന്നു വന്നാൽ മതി. അതുപോലെ ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കേണ്ട ഒരു കളറിന് വേണ്ടിയിട്ടാണ്. ഇത് മതി കേട്ടോ. ഞാനൊരു 5 മിനിറ്റോളം സമയമാണ് ഇത് വഴറ്റിയെടുത്തിട്ടുള്ളൂ. ഇനി നമുക്കിത് ഈ ഒരു മോര് കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ നേന്ത്രപ്പഴവും വെള്ളരിക്കും ക്യാപ്സിക്കം കൂടി ചേർത്ത അടിപൊളി മോര് കറി റെഡി ഉണ്ട്. ആ ഒരു ക്യാപ്സിക്കത്തിൻ്റെ ഫ്ലേവറൊക്കെ വരുമ്പോൾ നല്ല അടിപൊളിയാണ്. അപ്പോൾ നമ്മുടെ കട്ട്ലറ്റിന് വേണ്ടിയിട്ടുള്ള മസാല ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 2 സവാള എടുത്തിട്ടുണ്ട് കേട്ടോ. സവാള ഒന്ന് ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചിട്ട് കൊടുക്കാം. അതുപോലെ ഒരു 7-8 അല്ലി വെളുത്തുള്ളി, അതുപോലെ ഒരു മീഡിയം സൈസിലുള്ള ഒരു കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില. ഇതെല്ലാം കൂടി ഒന്ന് ചെറുതായിട്ട് മുറിച്ചെടുക്കാം. ഇതെല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഉണ്ടാക്കുന്നതാണ്. ഇതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമ്മുടെ സവാള, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില എല്ലാം ചേർക്കാം. ഇനി ഇതൊന്ന് വഴന്ന് വരട്ടെ. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അതിപ്പോൾ സവാള നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇത് മതി. ഇതിലേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം, മഞ്ഞൾപ്പൊടി, പിന്നെ വേണ്ടത് ഗരം മസാലയാണ്. ഒരു 1.5 ടീസ്പൂൺ ഗരം മസാല ചേർക്കാം. ഇതിലേക്ക് ഇനി മീൻ ചേർത്ത് കൊടുക്കുക. ഞാനിതിൻ്റെ മുള്ളൊക്കെ മാറ്റിയതിന് ശേഷം എന്താ പറയുക, ഇതുപോലെ ഒന്ന് എന്താ പറയുക പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചേർക്കാം. ഈ മീനും സവാളയും എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് യോജിച്ച് വന്നു വരാം. ഫിഷ് കട്ട്ലേറ്റ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും മീനായിരിക്കണം കൂടുതൽ ഉണ്ടാവേണ്ടത് കേട്ടോ. സവാളയും ഉരുളക്കിഴങ്ങൊക്കെ കുറച്ച് മതി, അപ്പോഴായിരിക്കും ആ ഒരു ഫിഷിൻ്റെ ഫ്ലേവേഴ്സൊക്കെ കറക്റ്റായിട്ട് വരുള്ളൂ. അതിപ്പോൾ ഏത് കട്ട്ലേറ്റ് ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. കഷ്ണങ്ങൾ പോലെ കിടക്കുന്നതൊക്കെ ഞാനൊന്ന് ഇതുപോലെ ചെറുതാക്കി കൊടുക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റ് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പുഴുങ്ങിയതിന് ശേഷം തൊലി കളഞ്ഞെടുത്ത ഉരുളക്കിഴങ്ങുണ്ടല്ലോ 2 എണ്ണം, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇത് മതി. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ കട്ട്ലേറ്റിൻ്റെ ഒരു മിക്സ് റെഡി ആയിട്ടുണ്ട്. ഒന്ന് നടത്തു വരട്ടെ. അപ്പോഴേക്കും ഞാൻ ഇതിന് വേണ്ട ബ്രെഡ് ക്രംസ് കാര്യങ്ങളൊക്കെ ഒന്ന് റെഡി ആക്കട്ടെ. നമുക്കിത് ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കാം. ആദ്യം ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അതിനുശേഷം ചെറിയ ഉരുളകളായിട്ട് എടുക്കാം. ഇത് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കേണ്ട ഇഷ്ടമുള്ള ഷേപ്പിൽ. ഇതേ കണ്ടോ, കട്ട്ലേറ്റ്സ് എല്ലാം ഇതുപോലെ റെഡി ആക്കി എടുത്തിട്ടുണ്ട്. നമ്മളിവിടെ മൈദ കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരുപാട് തിക്നെസ് വേണ്ട കേട്ടോ, ചെറിയൊരു തിക്നെസ് മതി. അല്ലെങ്കിൽ മുട്ടയുടെ വെള്ളമൊക്കെ ഉപയോഗിക്കാം.
അതിനുശേഷം ഈ ഒരു മിക്സിലൊന്ന് ഇതുപോലെ ഒന്ന് കൊട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ സാധാരണ ബ്രെഡ് പൊടിച്ചെടുത്തതുണ്ട് കേട്ടോ. അതിലൊന്ന് കൊട്ട് ചെയ്തെടുക്കുക. 2 പ്രാവശ്യം വേണമെങ്കിൽ ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ, നമുക്ക് നന്നായിട്ട് വരും. ഇപ്പോൾ കണ്ടോ, എല്ലാ കട്ട്ലേറ്റ്സും ഞാൻ ഇതുപോലെ കോട്ട് ചെയ്തെടുത്തിട്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ ചൂടായിട്ട് വന്നിട്ട് നമുക്കിത് നല്ല തിളച്ച എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിനിപ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക. തിരിച്ചും മറിച്ചിട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. ആക്ച്വലി കട്ട്ലേറ്റ് ഞാൻ എടുത്തപ്പോൾ കുറച്ച് പൊടിഞ്ഞൊക്കെ പോയി. അപ്പോൾ നമുക്കിനി കഴിച്ചാലോ. ഞാൻ ചോറ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഒരു പുളിശ്ശേരി ഉണ്ടല്ലോ, അത് വെച്ച് കൊടുക്കാം. പിന്നെ നമുക്ക് ബീറ്റ്റൂട്ട് പച്ചടി. നല്ല കളർഫുള്ളാണ് ഇന്നത്തെ കറികളെല്ലാം. പിന്നെ നമ്മുടെ ബ്രോക്കലി തോരൻ. അവസാനം പിന്നെ നമ്മുടെ കട്ട്ലേറ്റ്. അപ്പം ഇനി കഴിച്ചാലോ. ഇനി നമുക്കപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കാം. കട്ട്ലേറ്റ് എടുത്ത് നമുക്ക് ആദ്യം കഴിച്ചു നോക്കാം. കട്ട്ലേറ്റ് ഒന്ന് പൊട്ടിപ്പോയെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ. അതുപോലെ പുളിശ്ശേരിയും ബ്രോക്കലി തോരനും പിന്നെ ബീറ്റ്റൂട്ട് പച്ചടിയും. നല്ല കളർഫുള്ളായിട്ടുള്ള കറികളെന്ന്, നല്ല കോൺട്രാസ്റ്റ് കളേഴ്സ്. അവലാനും തയ്യാറാക്കി നോക്കുക. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാൻ എന്തായാലും ഇഷ്ടം.